ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഏതൊക്കെയായിരുന്നു? The Book of the Duchess, ആ Romand of the Rose, ഓക്കെ. പിന്നെ ഏതൊക്കെയുണ്ടായിരുന്നു? പാർലമെന്റ് ഓഫ് ഹൗസ്, ഹൗസ് ഓഫ് ഫെയിം, ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ടോളിസ് ആൻഡ് ക്രിസൈഡ്, ഇങ്ങനത്തെ ഉള്ള ഇത്രയും വർക്കായിരുന്നു എന്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് അദ്ദേഹം എഴുതിയിരുന്ന വർക്ക് എന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ വേറെ 2 വർക്കും കൂടെ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ട്രീറ്റീസ് ഓൺ ദ ആസ്ട്രോലാബ് എന്ന് പറഞ്ഞൊരു വർക്കിനെ പറ്റിയിട്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പിന്നെ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു? ബോയ്ത്തസിന്റെ കൺസലേഷൻ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞ വർക്കും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. മനസ്സിലായോ അത്? മനസ്സിലായി. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പാർലമെന്റ് ഓഫ് ഹൗൾസിനകത്തും ഹൗസ് ഓഫ് ഫെയിമിനകത്തും ബുക്ക് ഓഫ് ഡച്ചസും ലെജൻഡ് ഓഫ് ഗുഡ് വുമനകത്തൊക്കെ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് അതിൽ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് പറയാം. അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് എഴുതാൻ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് ഓർമ്മയുണ്ടോ? ഓക്കെ. ബുക്ക് ഓഫ് ഡച്ചസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ബുക്ക് ഓഫ് ഡച്ചസും ലെജൻഡ് ഓഫ് ഗുഡ് വിമനും മാത്രമെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എക്സാമിന് ഇപ്പൊ ചോസറിന്റെ ആ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഹൗസ് ഓഫ് ഫെയിം ഒന്നും ഓർത്തിരുന്നില്ലെങ്കിൽ പോലും ആ 2 വർക്കിന്റെ എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക, കാരണം അത് 2 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. കാന്റർബറി ടെയിൽസിന്റെ അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് കാന്റർബറി ടെയിൽസിനെ പറ്റിയിട്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് നമ്മൾ വൈഫ് ഓഫ് ബാത്തിനെ പറ്റി, അവരുടെ ആ ഒരു ഫീച്ചേഴ്സിനെ പറ്റിയിട്ട്, അവരുടെ അപ്പിയറൻസിനെ പറ്റിയിട്ട് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. സോ കാന്റർബറി ടെയിൽസിൽ എന്തൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. Yes, ma'am. ഈ Written ഹലോ, in the Middle English language. ഓക്കേടാ, പറഞ്ഞോ. കാന്റംബറി ടൈൽസ് ഒരു പ്രൊലോഗിലൂടെയാണ്. അതിൽ 29 പിൽഗ്രിംസിനെയാണ് അദ്ദേഹം ചൗസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, ചോസറും മറ്റേ ഹോസ്റ്റ് ഉൾപ്പെടെ പിന്നെ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും? മൊത്തം 31 പിൽഗ്രിംസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഈ പിന്നെന്തായിരുന്നു പറഞ്ഞിരുന്നേ? 29 പിൽഗ്രിംസും ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ പെട്ടവരാണ്. അതെ അതെ അതുകൊണ്ട് തന്നെ അവര് ആ ഒരു യാത്രയിൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കണ്ടെത്തും. ചൗസറും പിന്നെ അതുപോലെ ഹാരി ബെയ്ലി എന്ന് പറഞ്ഞിട്ട് ഒരാളും. അതെ, അതാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ അവർ എങ്ങോട്ടേക്കാണ് പോണത്? സെന്റ് തോമസ് ബെക്കറ്റ് ഓഫ് കാന്റർബറിയിലെ ഷ്രൈനിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചോസർ എന്ത് പറയുന്നത്? അങ്ങോട്ട് പോകുമ്പോഴും 2 ടെയില്, ഇങ്ങോട്ട് വരുമ്പോഴും എന്താണ് 2 ടെയിൽസ് വീതം പറയണം. അങ്ങനെ എത്ര ടെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 24. അതെ, ടെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 100 ടെയിൽസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അതിന് പറ്റുന്നില്ല. ഓക്കെ. പിന്നെ ആ ഓരോ ടെയിൽസിലൂടെ എന്താ നമുക്ക് കിട്ടുന്നത്? ഇംഗ്ലണ്ടിന്റെ ഒരു മെഡീവൽ ലൈഫ് എന്താണ്? കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ പെട്ട ആൾക്കാരാണ്, ഡിഫറെന്റ് ഒക്കുപ്പേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, ഡിഫറെന്റ് കാസ്റ്റിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ സ്റ്റോറീസ് പറയാനുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിലും എന്തായിക്കോട്ടെ, അവർക്ക് ഓരോ സ്റ്റോറീസ് പറയാനുണ്ടാവും. സോ അവരുടെ ഓരോ കഥകളിലും എന്താണ് അവരുടെ റിയൽ ലൈഫ് ആയിരുന്നു അവരെ എക്സ്പോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു മെഡീവിയൽ ലൈഫ് ഇൻ ഇംഗ്ലണ്ടിന്റെ ഒരു ഫെയ്ത്ത്ഫുൾ പിക്ചർ ആയിരുന്നു നമ്മുടെ ഈ ഓരോ ടെയിൽസിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഓക്കെ. ഒരു റിയലിസം സ്ട്രക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വർക്കില് അല്ലെങ്കിൽ കാന്റർബറി ടെയിൽസിലെ ഓരോ ടെയിൽസിലും പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 സംഭവങ്ങൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ബ്ലാക്ക് ഡെത്ത് ആൻഡ് പെസൻസ് റിവോൾട്ട്. അതെ അതെ, ബ്ലാക്ക് ഡെത്തും പെസന്റ് റിവോൾട്ടും ആയിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ജോൺ കോവറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ വോക്സ് ക്ലമാൻഡിസ് എന്ന് പറഞ്ഞ വർക്കിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? പെസന്റ് റിവോൾട്ട് തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്.
പിന്നെ അത് കണക്ക് തന്നെ കാൻറ്റർബറി ടെയിൽസിൽ എന്താണ് ഒരുപാട് റിലീജിയസ് ആയിട്ട് ഒരുപാടുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എംബ്രേസ് ചെയ്യുന്ന കുറെ പേഴ്സൺസ് ഉണ്ടായിരുന്നു, ലോവർ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഹയർ ക്യാരക്ടേഴ്സ് ലൈക്ക് നൈറ്റിനെ പോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാൻറ്റർബറി ടെയിൽസിൽ ടെയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റിന്റെ ടെയിലാണ് കേട്ടോ. നൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകണല്ലേ, സോ നമ്മൾ ഒരു ക്ഷത്രിയനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സാൻസ്ക്രിറ്റ് രീതിയിൽ അല്ലെങ്കിൽ മലയാളത്തിന്റെ രീതിയിലൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരാളാണ് നൈറ്റ്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റോറി തൊട്ടാണ് നമ്മുടെ കാൻറ്റർബറി ടെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ടെയിൽ എന്ന് വെച്ചാൽ പാഴ്സൺ ടെയിലാണ്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട, ഫസ്റ്റ് ബിഗിൻ ചെയ്യുന്നത് നൈറ്റിന്റെ ടെയിലാന്ന് മാത്രം ഓർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു അവരുടെ പെക്യുലാരിറ്റി? ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, കോൺഫിഡന്റ് ആയിരുന്നു, പിന്നെ 5 ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു. നെയിം ഓഫ് ആൽസൺ ആയിരുന്നു പേര്. പിന്നെ അവരുടെ പല്ല് ലേമ ഗ്യാപ്പ് ആലിസൺ ആയിരുന്നു, ആയിരുന്നു, ഗ്യാപ്പ് ഗ്യാപ് ടൂത്തഡ് ആയിരുന്നു, ഡഫ് ആയിരുന്നു 1 ഇയർ. പിന്നെ വീവിംഗില് എക്സ്പേർട്ട് ആയിരുന്നു. അതെ അതെ, എല്ലാരും നല്ല മിടുക്കരാണ് കേട്ടോ. എല്ലാരും അന്നെന്നുള്ളത് പഠിക്കുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാല് നല്ല രീതിയിൽ മനസ്സിലാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ അപ്പൊ തന്നെ നോക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ട് തന്നെ നമ്മുടെ ചോസർ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ ഗ്യാപ് ടൂത്തഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ചെവി എന്താണ് അവർക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, ഡെഫ് ഇൻ 1 ഇയർ ആയിരുന്നു. പിന്നെ വീവിനിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു. പിന്നെ ഭയങ്കര ഫാഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് യൂസ് ചെയ്യുന്നായിരുന്നു, ഭയങ്കര വലിയ ഹാൻഡ് കർച്ചീവ്സും നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നല്ല രീതിയിൽ അവർക്ക് എന്താണ് ഹോഴ്സ് റൈഡ് ചെയ്യാൻ അറിയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പിന്നെ അത് കണക്കിന് അവർക്ക് 5 ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കണക്ക് എന്താ പറയുക അവരുടെ പേര് ആലിസൺ ആന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു 5 ഹസ്ബൻഡ്സ് ഉണ്ടാവാനുള്ള കാരണവും നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞത്? അവര് ഫസ്റ്റ് കല്യാണം കഴിച്ചത് ഫസ്റ്റ് 3 പേരും എന്തായിരുന്നു ഓൾഡ് എന്ന് വെച്ചാൽ കുറച്ച് പ്രായമായവരായിരുന്നു. അവരെയും കാട്ടി മൂത്ത ഒരുപാട് വയസ്സുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവരോടുള്ളൊരു എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, സെക്ഷനിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാരണമാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റത്തെ 2 ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനത്തെ ആ ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ജങ്കൻ. ജാൻകിൻ എന്നാണ് പേര്. ഓക്കെ, അപ്പം ഈ ജാൻകിൻ എന്ന് വെച്ചാൽ അദ്ദേഹം കാരണമാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ ജാൻകിൻ കാരണം അദ്ദേഹം അടിക്കുന്നതുകൊണ്ടോ സ്ലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ കേൾവി നഷ്ടപ്പെടുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നൊരു സംഭവമാണ്. ഓക്കെ, നമുക്ക് ഇത്രയും ഓക്കെ അല്ലേ? എല്ലാവർക്കും ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഇല്ല ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തയിലോട്ട് പോവാം. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു സോഷ്യൽ ക്രിറ്റിസിസവും അവരുടെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും. പിന്നെ അവർ പറയുന്ന ടെയിൽ എന്താണെന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ അവർ പറയുന്ന അവർ പറയുന്ന ആ ഒരു സ്റ്റോറി ആക്ച്വലി നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ജസ്റ്റ് അത് പറഞ്ഞുതരാം. കാരണം അത് എക്സാമിന് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡീഷണൽ ഒക്കെ മാർക്ക് ഇട്ട് അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, എന്നാലും നമുക്ക് അവരെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ എന്താണ് അവരെന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അറിയാം. സോ നമ്മൾ വൈഫ് ഓഫ് ബാത്തിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ചോസർ അവരുടെ മാനേഴ്സ് ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്ന ആ ഒരു രീതിയും അത് കണക്ക് തന്നെ അവർ എന്ന് വെച്ചാൽ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ വേറെ കമ്പാനിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നൈറ്റ് ആണെങ്കിലും ചോസർ ആണെങ്കിലും അവരുടെ കൂടെ പിൽഗ്രിംസിലേക്ക് വരുന്ന കമ്പാനിയൻസ് ആണ്. സോ അവരെ അഡ്രസ് ചെയ്യുന്ന രീതിയും പിന്നെ ആ ഒരു വൈഫ് ഓഫ് ബാത്ത് സറൗണ്ടിങ്സിനെ കാണുന്നത് എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് മറ്റ് ആ ഒരു സറൗണ്ടിങ്സിനെ കാണുന്ന ആ ഒരു രീതിയൊക്കെ എന്താണ് നല്ല രീതിയിൽ ആരും എക്സ്പോസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചോസർ പറയുന്നുണ്ട്. ഓക്കെ, അത് കണക്ക് തന്നെ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു തരം എമ്പതി നമ്മുടെ മനസ്സിലേക്ക് എന്താണ് തോന്നുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു പ്രലോഗിൽ തന്നെ ഓഡിയൻസിനെ നല്ല രീതിയിൽ, ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളെക്കാണൊക്കെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർ, ഓഡിയൻസിനെ നല്ല രീതിയിൽ എന്താണ് അവരുടെ ആ ഒരു റോളിനെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാൻറ്റർബറി ടെയിൽസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഏതൊരു വർക്കിലും പ്രലോഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഇപ്പൊ പ്ലേ ആയിക്കോട്ടെ, ഒരു പോയം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു വർക്കിനെ ഫസ്റ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തിലൂടെ? പ്രലോഗിലൂടെ. അപ്പം ആ ഒരു പ്രലോഗ് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ആരായിരുന്നു? ചോസർ ആയിരുന്നു. ചോസറിന്റെ കാന്റർബറി ടെയിൽസിലെ ഫസ്റ്റ് പ്രലോഗ് വരുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്രലോഗ് ഇങ്ങനെ വർക്കുകൾ കൊടുത്താൽ ആൾക്കാർക്ക് എന്താണ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റ് റൈറ്റേഴ്സ് എന്താണത് ഇമിറ്റേറ്റ് ചെയ്ത് പോകുന്നത്. എന്നാൽ പോലും ആ ഒരു ടൈമിൽ എല്ലാ റൈറ്റേഴ്സിന്റെ വർക്കിലും പ്രലോഗ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും കുറെ ആൾക്കാർ എന്താണ് അതിനെ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ചോസർ ആയിരുന്നു അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും ഇംഗ്ലീഷിൽ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പിക്ചർ കിട്ടുന്നുണ്ട്. ആ ഒരു പിൽഗ്രിമേജ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്റ്റോറി, ആ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഐറണീസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കളിയാക്കേണ്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര റിലീജിയൻ ഒക്കെ എംബ്രേസ് ചെയ്യുന്ന നമ്മുടെ പ്രയറസ്, പിന്നെ ഫ്രയർ, അങ്ങനത്തെ ഉള്ള ക്രിസ്ത്യാനിറ്റി എംബ്രേസ് ചെയ്യുന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ നല്ല രീതിയിൽ ആർക്ക് കളിയാക്കണമായിരുന്നു? ചോസറിന് കളിയാക്കണമായിരുന്നു. അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഐറണീസ് അദ്ദേഹം എന്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട്, ഐറണി വർക്കിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ സോ ആ ഒരു വിമൺ അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു വിമൺ എന്ന് പറഞ്ഞ ആ ഒരു ഇതും വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു ഇതും തമ്മിലുള്ള ആ ഒരു അന്നത്തെ കാലത്ത് ആ ഒരു ഇംഗ്ലണ്ടിലെ മെഡീവൽ ലൈഫ് ഇൻ ഇംഗ്ലണ്ടിലെ ആ ഒരു വിമണും വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു സിമിലാരിറ്റീസ് നമുക്ക് എന്താ നോക്കാം, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമിലാരിറ്റീസും ഡിഫറൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിലിലൂടെ ചോസർ കാണിക്കുന്നത് ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഒരു സ്പെക്ടിക്കിൾ തന്നെയാണ്, ഒരു കറക്റ്റ് പിക്ചർ തന്നെയാണെന്ന് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാൻഡില് അല്ലെങ്കിൽ അവരെ ഇംഗ്ലണ്ടില് മാരേജ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അവർ എന്താണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നമുക്കറിയാം നമ്മളെ മാരേജ് എന്ന് വെച്ചാൽ അതിപ്പം എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും അല്ലെങ്കിൽ മോഡേൺ വേൾഡിലാണെങ്കിലും മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താണ് എന്തോ ഒരു ഭയങ്കര സേക്രഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ കാണുന്നത്. അതിന്റെ കസ്റ്റംസ് ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് ഭയങ്കര പരിശുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ മാരേജ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു വർക്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എഗനൈസ്ഡ് ആയിട്ടല്ലേ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം 5 ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്ന് വെച്ചാൽ 3 കല്യാണം കഴിച്ചതിൽ അവര് ഓൾഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇവരെയും കാട്ടി ഒരുപാട് മൂത്ത് ആൾക്കാരായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് എന്താ പറയാ ഒരു 50-60 വയസ്സുള്ള ആൾക്കാരായിരുന്നു ഇവരുടെ ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് 3 ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാല്. പിന്നെ കല്യാണം കഴിക്കുന്നതോ അവരുടെ പ്രായത്തിനൊത്ത ആൾക്കാരായിരുന്നോ? അല്ല, ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് വെച്ചാൽ മോനാവാനുള്ള പ്രായമുള്ളവരെയായിരുന്നു പിന്നെ കല്യാണം കഴിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ മാരേജിനോ ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പറ്റുന്നില്ലേ? ഓക്കെ, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിലിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ ഒരു വൈഫ് ഓഫ് ബാത്തിന്റെ ടെയില് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സിലോട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള വിമണിന് എന്തുണ്ടായിരുന്നു? ഫ്രീഡം ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? അവരുടെ ആ ഒരു ടെയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീച്ചറിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, ശരിക്കും അവിടെ ശരിക്കും അവിടെ ചോസർ ചെയ്യുന്നത് ഈ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിലോടെ ചോസർ ചെയ്യുന്നത് അതിനെ സട്ടേറൈസ് ചെയ്യാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടില് അന്നത്തെ കാലത്ത് വിമണിനെ എന്ന് വെച്ചാൽ ഒരു സ്ലേവ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. മെഡീവൽ ഇംഗ്ലണ്ടില് അവർക്ക് ഒരു റൈറ്റ്സും ഇല്ല. തീരുമാനം എടുക്കാനാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഒരു ഇൻകവും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരായിരുന്നു വിമൻ എന്ന് പറയുന്നത്. വെറും ഒരു സ്ലേവ്സിനെ പോലെയായിരുന്നു കണ്ടത്. വിമൺ ആർ അണ്ടർ ദ മെയിൽ ഒപ്രഷൻ. വിമൺ എല്ലാവരും തന്നെ എന്താണ് മെയിലിന്റെ, പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ മെയിൽ ഒപ്രഷന്റെ കീഴിലായിരുന്നു ഈ
വിമൻ എന്ന് പറയുന്നത്. ശരിക്കും അതിനെ എഗനൈസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചോസർ എന്ത് ചെയ്തത്, ഈ ഒരു വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ടെയില് അദ്ദേഹം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്. ഓക്കെ, അല്ലാണ്ട് അന്നത്തെ കാലത്ത് ഒരു ഫ്രീഡം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സോ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് ഫുൾ ഫ്രീഡം ഉള്ള ഒരു വിമൻ ആയിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും അതിലൂടെ അദ്ദേഹം കാണിക്കുന്നത് ഇംഗ്ലണ്ടിൽ അന്നത്തെ കാലത്ത് വിമൻ എന്താണ് ജസ്റ്റ് ഒരു സ്ലേവ് ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനൊരു മാറ്റം വരുത്തണം, ഇങ്ങനെയുമുള്ള വിമൻ ആയാൽ അല്ലെങ്കിൽ ഇങ്ങനെയും വിമൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഇതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിമൻ ഡോമിനേറ്റഡ് വേൾഡ് നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് ഓക്കെ ആയോ? ഓക്കെ മാം. ഓക്കെ, എന്ന് വെച്ചാല് ഈ ഒരു വൈഫ് ഓഫ് ബാത്തിനെ ഭയങ്കര ഗ്രേറ്റ് സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. വെച്ചാൽ സാധാ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ സോ വിമനെ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ ഒന്നിനും കൊള്ളാത്ത ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇപ്പം പുരുഷന്മാർ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ വൈഫ് ഓഫ് ബാത്തിനെ ഭയങ്കര ഗ്രേറ്റ് സ്ട്രെങ്ത് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ ഒരു ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം എന്ത് വന്നാലും അവരെന്താണ് അത് ഉറച്ച് വിളിച്ചു കൂവാൻ, അല്ലെങ്കിൽ എന്തൊരു കാര്യം ആരെയും പേടിക്കാണ്ട് പറയാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്, ഈ വൈഫ് ഓഫ് ബാത്തിനുണ്ട്. ആൻഡ് ഷീ ഈസ് അഗെയിൻസ്റ്റ് ദ നോംസ് എന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിലെ കുറെ നോംസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ പുരുഷന്മാരെ കാണുമ്പോഴത്തേക്ക് റെസ്പെക്ട് ചെയ്യണം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ആര്, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ആക്കി എഴുതിയെടുത്തേക്കണേ നിങ്ങളുടെ ആയിട്ടുള്ള സെന്റൻസിൽ വെച്ചിട്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് കണക്കിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്കെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഹാൻഡ് കർച്ചീഫ് ഒക്കെ വെച്ചാൽ നല്ല ഫാഷനിലുള്ള ഹാൻഡ് കർച്ചീഫ്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഭയങ്കരമായിട്ട് ഫാഷനബിൾ ലേഡിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറെ ഫാഷൻ സെൻസും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറെ കോൺഷ്യസ് മൈൻഡും ഒക്കെ ഉള്ള ആളാണ് ആരെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ. സോ അപ്പം ഈ ചോസർ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിനെ എന്താണ് ഒരു സ്പെഷ്യൽ ഓവർ എന്ന് വെച്ചാൽ മറ്റ് ക്യാരക്ടേഴ്സിനെയും കാട്ടിയും ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഔറ കൊടുത്തു തന്നെയാണ് എന്ത് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആരെ, നമ്മുടെ വൈഫ് ഓഫ് ബാത്തിനെ. അത് കണക്കിന് ഇതിനകത്ത് പറയുന്നത് നമുക്ക് വൈഫ് ഓഫ് ബാത്തിനെ എന്താണ്, വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ ആലീസൺ എന്നാണ് അവരുടെ പേര്. സോ സ്വന്തമായിട്ട് അവർക്ക് വീടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ കയ്യിലായിരിക്കും വീടും സ്ഥലങ്ങളും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈഫ് ഓഫ് ബാത്തിന് എന്തുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെടുക്കാൻ അവർക്ക് നല്ല രീതിയിൽ പുരുഷന്മാരെ കണക്ക് തന്നെ അന്നത്തെ കാലത്ത് പുരുഷന്മാരായിരുന്നു കൂടുതലും കുതിര സവാരി നടത്തുന്നത്. പക്ഷെ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന് എന്തുണ്ട്, നല്ല രീതിയിൽ കുതിര ഹോഴ്സ് റൈഡിങ് ഒക്കെ നല്ല രീതിയിൽ അറിയാം. ഒരു മെയിൽ ചെയ്യുന്നത് പോലെ തന്നെ അവരെന്ത് ചെയ്യും, ഹോഴ്സ് റൈഡ് ചെയ്യും. ഷീ റൈഡ്സ് എ ഹോഴ്സ് വിത്ത് ആസ് മച്ച് സ്കിൽ ആസ് എ മെയിൽ വുഡ് എന്ന് എടുത്തു പറയുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ അവരെന്താണ് ആ ഒരു സോഷ്യൽ സ്റ്റാൻഡ് പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, കൂടെയുള്ള കമ്പാനിയൻസ്, അവരുടെ കൂടെ പോയ പിൽഗ്രിംസിൽ കൂടെ പോയ അവരുമായിട്ട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റാപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാൻഡ് പോയിന്റ് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണോ അത്രയും ഭാഗം? ഓക്കെ മാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗില് ഒരു ഡ്രമാറ്റിക് നേച്ചർ എന്താണെന്നാണ് നോക്കുന്നത്. ഇവിടുത്തെ ഉള്ള ഈ ഒരു ഭാഗത്തുള്ള ഡ്രമാറ്റിക് നേച്ചർ എവിടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രലോഗിന്റെ പ്രസന്റേഷൻ ആണ് ഇവിടുത്തെ ഒരു ഡ്രമാറ്റിക് നേച്ചർ എന്ന് പറയുന്നത് തന്നെ. എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാ രീതിയിൽ എന്താണ് ഡ്രാമയിലാണ് എന്ത് ചെയ്യുന്നത്, ഡ്രാമ തുടങ്ങുന്നതിന് മുമ്പിട്ടാണ് ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നാടകമൊക്കെ കുഞ്ഞിലെ കാണാനൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുഞ്ഞിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ബുക്ക് നാടകത്തിന്റെ ഒരു ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫസ്റ്റ് എന്താണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ മനസ്സിലാവും. ഈ മാനർമത്തായി സ്പീക്കിംഗ് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നസെന്റ് വന്നിട്ട് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് ആണോ ഉള്ളതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതെന്ന് വെച്ചാൽ ഒരു ഡ്രാമയുടെ
സ്റ്റോറിയുടെ രീതി തന്നെയായിരുന്നു നമ്മുടെ ചോസർ എന്താണ് പ്രലോഗിലൂടെ കൊണ്ടുവന്നത്. ആ ഒരു പ്രലോഗിന്റെ ഫോർമാറ്റിൽ നമ്മൾ ആ ഒരു ചോസറിന്റെ കാന്റർബറി ടെയിൽസ് തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് പ്രലോഗാണ്. ആ പ്രലോഗില് അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ഓരോ കമ്പാനിയൻസിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, എന്ത് ക്യാരക്ടേഴ്സ് ആണ്, മെയിൻ ആയിട്ട് അവരുടെ ഒക്കുപ്പേഷൻ എന്താണ് എന്ന് അദ്ദേഹം എന്താണ് കറക്റ്റ് ആയിട്ട് പറയുന്നതിലൂടെ ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് എന്താ കൊണ്ടുവരുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോയമിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു സ്റ്റോറി എന്ന് ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരാണ് പ്രലോഗിലൂടെ ആര്, നമ്മുടെ ചോസർ. സോ അതിലൂടെ ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷൻ ആയിട്ട് ഒരു ജസ്റ്റ് സിമിലാരിറ്റി നമുക്ക് എന്താണ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് ക്യാരക്ടേഴ്സിനെ അഡ്രസ് ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു മാനേഴ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം, അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗ് അല്ലെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ ശരിക്കും വൈഫ് ഓഫ് ബാത്ത് ഒരു കൺഫെഷനും കൂടെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ 5 ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു എന്നും അവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ ജസ്റ്റ് ലൈക്ക് ഒരു കൺഫെഷൻ ആണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. അവരായിട്ട് ഒരു ഹിസ്റ്ററിയാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള വിമൻ ഇല്ല. ഓക്കെ, നമുക്ക് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ളവരെ കാണാനായിട്ട് പറ്റൂ. കാരണം എല്ലാവരും പുരുഷന്മാര് പറയുന്നത് എന്താണോ അത് മാത്രം കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പം അവര് തന്നെ എന്താണ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചോസറിന് എന്താണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെയിലും അവരുടെ ആ ഒരു ലൈഫും ഒക്കെ കുറച്ച് കൂടുതൽ മറ്റ് ക്യാരക്ടേഴ്സിനെയും കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അത് എവിടെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ പ്രലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ വൈഫ് ഓഫ് ബാത്തിന്റെ കമന്റിലൂടാണ് കേട്ടോ തുടങ്ങുന്നത്. അവർ ഏതൊരു കമന്റ് പറയുന്നുണ്ട്. ആ ഒരു കമന്റിലൂടാണ് നമ്മുടെ പ്രലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്, ചോസർ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് മാരേജ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ആ ഒരു സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നത്, ഉണ്ടാക്കിയപ്പോ കഥ പറയല്ല. അവരുടെ എക്സ്പീരിയൻസ് എന്താണോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ടെയിലിലൂടെ അവര് പറയുന്നത്. കാരണം അവർക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ശരിക്കും അവരുടെ ആദ്യത്തെ മാരേജ് കഴിയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞു, പിന്നെ അത് ഒഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. അങ്ങനെ അവരെന്താണ് ഫുള്ള് 5 മാരേജസ് ആയിരുന്നു കഴിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 12 വയസ്സ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് മാരേജ് കഴിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് എന്ത് പക്വതയുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഒരു വയസ്സനായിട്ടുള്ള ഒരാളെയായിരുന്നു ആ സമയത്ത് അവര് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം എന്തായാലും എതിരായിരിക്കും, ഒരുപാട് പ്രായമുള്ള ആളെ കല്യാണം കഴിക്കുന്ന സമയത്ത്. അപ്പൊ അവർക്ക് ആ ഒരു എന്താണ് ഇൻഡിഫറൻസ് ഉണ്ടായിരുന്നു ആരോട്, ആ ഒരു ഹസ്ബൻഡിനോട്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞ് മാറിപ്പോണത്. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അവര് ഈ വൈഫ് ഓഫ് ബാത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരൊരിക്കലും എന്താണ് റിലീജിയനെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അത് പറയാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ റിലീജിയനിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും അവരെ എങ്ങനെ കല്യാണം കഴിക്കില്ല, ഒന്നിൽ കൂടുതൽ കല്യാണം ഒന്നും കഴിക്കില്ലായിരുന്നു. അത് അവരുടെ പ്രലോഗില് ചോസർ എടുത്തു പറയുന്നുണ്ട്. എന്താണ്, അവരെ റിലീജിയനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് റിലീജിയൻ ഇൻവോൾവ് ചെയ്യുന്നത്, അത് മാത്രമല്ല ഒരു ഇൻവോൾവ് ചെയ്താൽ പോലും ഒരു റിലീജിയനിലും പറയുന്നില്ല ആരും എന്താണ് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കരുത് എന്ന് ഒരു റിലീജിയനിലും പറയുന്നില്ല എന്നും വൈഫ് ഓഫ് ബാത്ത് എടുത്തു പറയുന്നുണ്ട്. അതിനവരൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഞാൻ ഇത്രയും കല്യാണം കഴിച്ചപ്പോൾ അതെന്താണ് ഭയങ്കര ചർച്ചയായി, കാര്യങ്ങളായി, എൻ്റെ കൂടെ വന്ന കമ്പാനിയൻസിന് പലർക്കും എൻ്റെ ആ ഒരു ലൈഫ് കേട്ടപ്പോഴത്തേക്ക് എന്നോടുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, കിങ് സോളമൻ 2ൽ കൂടുതൽ കല്യാണം കഴിക്കുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഒരു പരാതിയോ ഒരു രീതിയിലുള്ള ക്രിറ്റിസിസോ ഒന്നും അദ്ദേഹം നേരിട്ടില്ല. പക്ഷെ ആസ് എ വുമൺ ഞാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്, എനിക്ക് അവരുമായിട്ട് ചേരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 5 മാരേജ് കഴിച്ചത്. സോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ കൂടുള്ള കമ്പാനിയൻസിൽ തന്നെ പാർഡണർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് ഈ വൈഫ് ഓഫ് ബാത്തിനെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പാർഡണർ എന്ന് വെച്ചാൽ ഭയങ്കര ട്രഡീഷണാലിറ്റി എംബ്രേസ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് എന്ന് വെച്ചാൽ വിമൻ എന്നൊക്കെ പറഞ്ഞാല് മെയിലിന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ വൈഫ് ഓഫ് ബാത്ത് ഇങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഷോ ഓഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടപ്പോൾ ആർക്കും ഇഷ്ടപ്പെടും
ഇഷ്ടപ്പെടുന്നില്ല? നമ്മുടെ പാർട്ണറിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പാർട്ണർ അതിനെ എഗനൈസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിൽ ഇഷ്ടപ്പെടാതാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ പാർട്ണർ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയണേ, എനിക്ക് എന്താണ് റിലീജിയനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മാത്രമല്ല, വിശ്വസിച്ചാലും ഒരു റിലീജിയനിലും പറയുന്നുമില്ല എന്താണ് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ ഇല്ലെന്നോ ഒന്നും പറയുന്നുമില്ല. പിന്നെ അവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കിങ് സോളമനെയാണ്. അദ്ദേഹം എന്താണ് രണ്ടിൽ കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്നും പറഞ്ഞിട്ട് ആരവിടെ എടുത്തു പറയുന്നുണ്ട്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എടുത്തു പറയുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണോ ഭാഗം? ഓക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻസിന്റെ ക്വാളിറ്റീസും പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരുടെ ഫ്രാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സിനെയും പറ്റിയിട്ടും ആര് പറയുന്നുണ്ട്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി, വെർജിനിറ്റി പറ്റിയിട്ട്, പ്യൂരിറ്റി പറ്റിയിട്ട്, സെൽഫ് കൺട്രോളിനെ പറ്റിയിട്ട്. ഈ 4 സംഭവങ്ങളും അവർ 2 ആംഗിൾസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ 4 സംഭവങ്ങൾ പറയാൻ ആർക്ക് അവകാശമില്ല? ശരിക്കും ആ ഒരു ക്യാരക്ടർ നോക്കുവാണെങ്കിൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന് ഒരു അവകാശം ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ മാരേജ് ആണെങ്കിലും, വെർജിനിറ്റിയുടെ കാര്യമാണെങ്കിലും, പ്യൂരിറ്റിയുടെ കാര്യമാണെങ്കിലും, സെൽഫ് കൺട്രോൾ ആണെങ്കിലും വൈഫ് ഓഫ് ബാത്തിന് ഒരു രീതിയിലുള്ള റൈറ്റും ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവരെന്താണ് അവിടെ അത് എടുത്തു പറയുന്നുണ്ട്. അത് 2 ആംഗിൾസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതിൽ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ അവർ മൊറാലിറ്റി ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എംബ്രേസ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തർ ആൾക്കാരുടെ എന്താണ് വീക്ക്നെസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് മാറിയാലും കുഴപ്പമില്ല എന്നും ആരും പറയുന്നുണ്ട്. നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആസ് എ വൈഫ് ഒരിക്കലും എന്താണ് ഒരു പ്യോർ പേഴ്സൺ ആയിരിക്കില്ല ഒരു വൈഫ് എന്ന് അവരെന്താണ് പറയുന്നുണ്ട്. പിന്നെ അവര് ഒരു അല്ലെങ്കിൽ അവർ ഗോഡിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊരു ക്രിസ്ത്യൻ അല്ല. ഞാൻ ക്രിസ്ത്യാനിറ്റി എംബ്രേസ് ചെയ്യുന്നില്ല എന്നും ആര് പറയുന്നുണ്ട്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്നത് നമ്മുടെ പ്രീസ്റ്റുകളുണ്ടല്ലോ, അവര് സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിറ്റി എംബ്രേസ് ചെയ്യുന്നില്ല, പകരം എന്തിനെ ബിലീവ് ചെയ്യുന്നുണ്ട്? ഗോഡിനെ മാത്രമേ ഞാൻ ബിലീവ് ചെയ്യുന്നുള്ളൂ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്താണ് ആ ഒരു ഗോഡിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് എന്താ, ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഗോഡിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവം പറയുന്ന എല്ലാ ഡ്യൂട്ടീസും അതുപോലെ ഞാൻ എന്താണ് ചെയ്യണമെന്നില്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ലൈഫാണ്, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ എൻ്റെ രീതിയിൽ മാത്രമേ ജീവിക്കൂ എന്ന് പറയുന്ന ഒരാളാണ് ആരെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞാൽ. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാരേജ് എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിയിട്ടുള്ളത്? ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഓഫ് മാരേജ് എന്ന് പറയുന്നുണ്ട്. അവിടെ കാണിക്കുന്നത് അവർ പറയുന്ന ഒരു വാക്കാണ് ഫ്രൂട്ട് ഓഫ് മാരേജ് എന്ന് വെച്ചാൽ അതിലൂടെ ഹാപ്പിനെസ് ആണ് അവർ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു മാൻ ആൻഡ് വിമന്റെ ആ ഒരു മാരേജ് ടൈമിലുള്ള ആ ഒരു ഇന്റിമസി, ആ ഒരു സംഭവമാണ് അവർ അതിലൂടെ എന്താണ് ആ ഫ്രൂട്ട് ഓഫ് മാരേജ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പണ്ടത്തെ കാലത്ത് ആ ഒരു സോഷ്യൽ കോഡ്സ്, ബിഹേവിയേഴ്സ്, നോംസിൽ എന്താണ് നല്ല രീതിയിൽ അവെയർ ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ അവർക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ കോഡ്സ്, നോംസ് ഒന്നും ഒക്കെ അറിയാം, ഇതൊക്കെയാണ് ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെന്താണ് അതിനെ മൈൻഡ് പോലും ചെയ്തില്ല. അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് കണക്ക് തന്നെ ഭയങ്കര എനർജറ്റിക്കും കോൺഫിഡൻസും ആയിട്ടുള്ളൊരു വിമൻ ആണ് ആരെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് നമ്മുടെ സൊസൈറ്റിയുടെ നോംസിനെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു പ്രലോഗിൽ അവർ എടുത്തു പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോംസ് ഓഫ് ടൈം അവർ വായിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് അവർ ബിലോങ് ചെയ്യുന്ന ആ ഒരു സൊസൈറ്റിയിലെ നോംസ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ അതിനൊക്കെ എതിരാണ്. എന്തിനാണ് ട്രഡീഷണാലിറ്റി എംബ്രേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വിമൻ എന്താണ് എപ്പോഴും മെയിലിന്റെ ഓപ്പറേഷന്റെ കീഴിൽ മാത്രം നിൽക്കുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ചോദിക്കുന്നത്. ആർക്ക് ഇൻഡിപെൻഡൻസ് വേണം? നമുക്ക് വിമനും എന്ത് വേണം? ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈഫ് വേണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ആരെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ
വിചാരിക്കും ഈ ഫസ്റ്റ് 3 മാരേജ് എന്ന് വെച്ചാൽ അത് ഭയങ്കര അട്ടർലി ഫെയിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്നാൽ ഇവര് എങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു ട്രിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യം ഒരു കല്യാണം കഴിക്കും. ഈ കല്യാണം കഴിക്കുന്നതെന്ന് വെച്ചാൽ വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് എന്താണ് ഒരുപാട് സ്വത്തുക്കൾ കാണും. ഈ സ്വത്തുക്കളെല്ലാം ആരെഴുതി വാങ്ങും? ഇവരെഴുതി വാങ്ങും. ഒരു ട്രിക്കിലൂടെ എഴുതി വാങ്ങും. അങ്ങനെ ഒരുപാട് സ്വത്ത്. ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ ഈ 5 ഹസ്ബൻഡിൽ നിന്നാകുമ്പോഴത്തേക്ക് എന്തുമാത്രം ലാൻഡും വസ്തുക്കളും എന്ന് വെച്ചാൽ ലാൻഡും ഹൗസസും കാണും ആർക്ക്? നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് അവര് മെയിൻ ആയിട്ട് എന്തിനെ മൈൻഡ് ചെയ്യാതിരുന്നത്? ആ ഒരു ഏജ് ഗ്യാപ്പിനെ മൈൻഡ് ചെയ്തിരുന്നത്. അവരുടെ ഐ എന്ന് പറഞ്ഞാൽ ഐ ഓൺ വെൽത്ത് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് കണ്ണെപ്പോഴും എന്താണ് ആ ഒരു വെൽത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ വയസ്സായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാനും ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ പ്രായത്തിലുള്ളവരല്ലാണ്ട് അവർ വിവാഹം കഴിക്കാനുള്ള കാര്യവും അവരുടെ കണ്ണെപ്പോഴും ആൾക്കാരുടെ വെൽത്തിലായിരുന്നു. ഓക്കെ, അവരെ നിന്ന് പതുക്കെ എന്താണ് ട്രിക്കിലൂടെ അതെല്ലാം എഴുതി വാങ്ങിച്ച് ആരുടെ സ്വന്തമാക്കായിരുന്നു? നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ സ്വന്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ ഹസ്ബൻഡ്സിനെ ഭയങ്കര ക്രൂവലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ വേണ്ട, എങ്ങനെയെങ്കിലും അവർ ഒഴിഞ്ഞു പോകണമെന്നുള്ള ചിന്തയാണ്. ആ ഒരു ക്രൂവൽറ്റിയിൽ രീതി ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അന്നത്തെ കാലത്ത് ഒരു വിമൻ ഇങ്ങനെ ചെയ്യാന്നാണ് എന്ത് ചെയ്യുന്നത്? ചോസർ നമുക്ക് കാണിച്ചത്. ശരിക്കും അങ്ങനെയല്ല. ചോസറിന്റെ ഒരു ഇമാജിനേഷനിലൂടെ ഒരു വിമൻ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെയും വിമൻ ആകാം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ ആസ് എ വിമൻ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനകത്ത് ഒരിക്കലും എന്താണ് ഒരു റിയലിസം പോർട്രേ ചെയ്യുന്നില്ല എന്ന് അന്നത്തെ കാലത്ത് ക്രിട്ടിക്സ് ഇത് വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് വിമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല എന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? വാദിച്ചിരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡിന്റെ മെയിൻ ഓണർ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഹസ്ബൻഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആരാ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ എന്ന് പറയുന്നത്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ആണ് വരുന്നത്. അപ്പം അതിലൂടെ സോഷ്യൽ റൈറ്റ്സിനെ ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നു? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ ചോസർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ? ഓക്കെ, ഇപ്പൊ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനെ ഇപ്പൊ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടുന്ന സംഭവങ്ങളായിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള ഐറ്റംസുമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് എന്താണ് വിമണിനെ കമ്പയർ ചെയ്തിരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ഒരു ടെസ്റ്റിംഗ് മെറ്റീരിയൽ മാത്രമായിരുന്നു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വിമൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം നടക്കണം, അങ്ങനത്തെ ഉള്ള ഒരു ടെസ്റ്റിംഗ് മെറ്റീരിയൽ മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത് വിമൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം ഈ ഒരു വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ ചോസർ പറയാൻ ആഗ്രഹിക്കുമെങ്കിൽ ചോസർ എഗ്നേസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ജെൻഡർ ഡിഫറൻസിനെ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇറ്റ് ഫൈറ്റ് എഗനേസ്റ്റ് ജെൻഡർ ഡിഫറൻസ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ ഒരുപാട് ക്രിറ്റിസിസവും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഒരുപാട് ക്രിറ്റിസിസം എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് വരും, കാരണം ഇങ്ങനല്ല ഒരു വൈഫ് എന്ന് വെച്ചാൽ, ഒരു ട്രൂ വൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനല്ല. അപ്പം ഒരുപാട് ക്രിറ്റിസിസം എന്താണ് എനിക്ക് വരും, അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരുപാട് ക്രിറ്റിസിസം വരുമെന്നും ആർക്കറിയാം? നമ്മുടെ ചോസറിന് അറിയാം, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് അതിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗം എന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ആയത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവരുടെ ടൈലിലാണ് ആകെ എന്ത് വരുന്നത്? റിയലിസത്തിന്റെ ഒരു ആബ്സെൻസ് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ചോസർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്ന വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് വിമൺ ഒരു ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഫാമിലിയിൽ അച്ഛന്റെ പേരിലായിരിക്കും അവരെ അറിയപ്പെടുന്നത്. അല്ലാണ്ട് അവരുടെ ക്വാളിറ്റീസിനോ അവരുടെ സ്കില്ലിനോ ഒരു രീതിയിലുള്ള വാല്യൂ ഇല്ല. ഓൺലി വിമന്റെ ഐഡന്റിറ്റി കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും? മാരേജിൽ നിന്നും ഫാമിലിയിൽ നിന്നായിരിക്കും നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു വർക്ക് അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യൽ ക്രിറ്റിസിസത്തിന് ഒരു എക്സാമ്പിൾ ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആലിസൺ അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് മെയിൻ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ അവർ ആ ഒരു മാസ്റ്റർ ഓഫ് ഹൗസ് ഹോൾഡ് ആവുന്നതും അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഹസ്ബൻഡ്സിനെ മാനേജ് ചെയ്യാനായിട്ട്
പറ്റുന്നത് നമുക്ക് എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഹസ്ബൻഡ് വൈഫിനെ അല്ല മാനേജ് ചെയ്യുന്നത്, പകരം ഇവരാണ് അവരുടെ ഹസ്ബൻഡ്സിനെ എന്താണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇവരെന്ന് പറഞ്ഞ അവർ അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ ആ ഒരു 14th സെഞ്ചുറി ലൈഫിനെ കംപ്ലീറ്റ്ലി എന്താണ് റിജക്ട് ചെയ്യുന്നതാണ് നമുക്ക് എന്താണ് കാണിക്കാനായിട്ട് വരുന്നത്. വെച്ചാൽ വിമന് എന്താണ് ഒരു റെസ്ട്രിക്ഷനും കൺട്രോളും അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ആര് കാണിക്കുന്നത്, ഇവര് കാണിക്കുന്നത്. സോ ആസ് എ വുമൻ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് കോൺഷ്യസ് ആണ്. മെന്നും വിമൺ എന്ന് വെച്ചാൽ സോഷ്യൽ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ച് ഇങ്ങനെയൊക്കെയോ സംഭവങ്ങളാണ് ഹലോ ഫോളോ. മാം, പറഞ്ഞോ. ഇടക്ക് ക്ലിയർ ഇല്ലാതെ മുറിഞ്ഞു മുറിഞ്ഞു പോകണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെയാണോ? ഇല്ല മാം. ആണോ? റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും ഇവിടെ എങ്കിൽ. ഇവിടെ ആവൂലേ? ഓക്കെ. ആയിരിക്കും, കാരണം ആർക്കും ഇല്ലല്ലോ വേറെ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ എന്താണ് കോൺഷ്യസ് ആണ് എപ്പോഴും. ഒരു വിമൻ അല്ലെങ്കിൽ ഒരു മെൻ എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്ന ഇങ്ങനത്തുള്ള നോംസ് ഒക്കെ ഉണ്ട്, അതിൽ ഇവരെന്താണ് എപ്പോഴും കോൺഷ്യസ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെന്താണ് അതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. അവരുടേതായിട്ടുള്ള രീതിയിലായിരുന്നു അവർ എന്ത് ചെയ്യുന്നത്, ജീവിച്ച് പോയിരുന്നത്. സോ ഇതാണ് വൈഫ് ഓഫ് ബാത്തിനെ പറ്റിയിട്ടുള്ള സോഷ്യൽ ക്രിറ്റിസിസം, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആസ് എ ഇൻഡിവിജ്വൽ അവരെ പറ്റിയിട്ട് പറയുന്നത്. ഇതെല്ലാം ഓക്കെ ആണോ? ഓക്കെ മാം. മാം, ഇവരുടെ ടൈലിന് എന്തെങ്കിലും പേരുണ്ടോ? എന്തുവാടാ? വൈഫ് ഓഫ് ബാത്തിന്റെ സ്റ്റോറിക്ക് എന്തെങ്കിലും പേരുണ്ടോ? സ്റ്റോറിക്ക് ഇതിന് പ്രത്യേകം പേരില്ലായിരുന്നു. കഥ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു സംഭവം ഒന്നും കൂടെ പറഞ്ഞതിന് ശേഷം കഥ എന്താന്ന് ഞാൻ പറയാം. ശരിക്കും നിങ്ങൾക്ക് കഥ പഠിക്കണ്ട, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ കഥ കൊടുത്തിട്ടില്ല, അത് നിങ്ങൾക്ക് വേണ്ട സ്റ്റോറി. ഓക്കെ. ഇവരെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസവും അന്നത്തെ കാലത്തെ വിമനും പിന്നെ നമ്മുടെ വൈഫ് ഓഫ് ബാത്തും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് അങ്ങനെ പറയാനില്ല, എന്നിരുന്നാൽ പോലും ഡിഫറൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾ ടെസ്റ്റിൽ പറയുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് പറഞ്ഞു തരാം, ആ ഒരു കഥ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ അത് നോക്കിയിരുന്നു കഥ. ഓക്കെ, അപ്പൊ നമുക്ക് വൈഫ് ഓഫ് ബാത്തിനെ പറ്റിയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളെ വൈഫ് ഓഫ് ബാത്തിന്റെ എന്താണ് മാനേഴ്സ് ഓഫ് സ്പീച്ചും അവര് മറ്റുള്ള കമ്പാനിയൻസിനെ അഡ്രസ് ചെയ്യുന്ന രീതിയും ഒക്കെ നമ്മുടെ ചോസർ എന്താണ് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ടെയിലൂടെ ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് എംപതിയാണ് നമുക്ക് കിട്ടുന്നത്. വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗിലൂടെ എന്താണ് നമുക്ക് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരെ നല്ല രീതിയിൽ എന്താണ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ പ്രലോഗിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്, പ്രലോഗ് ആക്ച്വലി നമ്മുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ആദ്യമായിട്ട് ചോസറിന്റെ വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അദ്ദേഹം ഈ ഒരു വർക്കിൽ എന്താണ് ഒരുപാട് ഐറണീസ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ ടെയിലിലൂടെ എന്താ ചോസർ കൊണ്ടുവരുന്നത്, ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഒരു സ്പെക്ടക്കിൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിനെയാണ് അദ്ദേഹം മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അന്നത്തെ കാലത്ത് വിമൻ എന്ന് വെച്ചാൽ മെയിൽ ഒപ്രഷന്റെ അണ്ടറിലായിരുന്നു, സ്ലേവ്സിനെ പോലാണ് ട്രീറ്റ് ചെയ്തത്. നമ്മൾ എന്താ പറയുന്നത്, കിച്ചണിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മാത്രമാണ് വിമനെ അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇതുപോലെ വിമൻ ആവാം, അങ്ങനെ ഒരു ഗ്രേറ്റർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റർ സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് ചോസർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനെ, വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ഒരു പേഴ്സണിലൂടെ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നുണ്ട് ഇത് വായിച്ചതിന് ശേഷം. മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം റിയലിസം സ്റ്റക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വൈഫ് ഓഫ് ബാത്ത് എന്ത് ചെയ്യുന്നില്ല, റിയലിസം പോർട്രേ ചെയ്യുന്നില്ല പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം എല്ലാം തുറന്നു പറയാൻ അവകാശമുള്ള അല്ലെങ്കിൽ തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. സോഷ്യൽ കോഡ്സ് നോംസിനൊക്കെ എഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അവരെന്ന് പറയുന്നത്. കാരണം അവർ കോൺഷ്യസ് ആണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി പറയുന്നത്, ഇതൊക്കെ കേട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെന്താണ്, അവർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. എന്നിരുന്നാൽ പോലും അവരത് അനുസരിക്കില്ല, അവർക്കത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ലേഡിയാന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അവര് നമ്മുടെ ചോസർ
പറയുന്നത് തന്നെ എന്താണ്, ഒരു സ്പെഷ്യൽ ഔറയെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് എന്താണ് ഒരുപാട് വീടുകളുണ്ട്, നല്ല രീതിയിൽ എന്താണ് ഒരു മെന്നിനെ പോലെ തന്നെ, ഒരു മാനിനെ പോലെ അല്ലെങ്കിൽ ഒരു മെയിലിനെ പോലെ തന്നെ ഹോഴ്സ് നല്ല രീതിയിൽ റൈഡ് ചെയ്യാനും അവർക്ക് എന്താണ് അറിയാം. ഓക്കെ, പിന്നെ ആ ഒരു പോകുന്ന വഴിക്കും എല്ലാ പേഴ്സൺസുമായിട്ടും അവരെന്താണ് ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമ്മളെ ചോസർ ആ ഒരു വർക്കിലൂടെ ജസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷനും കൂടാണ് അതിലൂടെ എന്താണ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വൈഫ് ഓഫ് പാത്തിന്റെ ടെയിലിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഒരു കൺഫെഷൻ ആണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്രലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൈഫ് ഓഫ് ബാത്തിന്റെ ഒരു കമന്റിലൂടെ ആണെന്നും ഞാൻ പറഞ്ഞ കാര്യമാണ്. മാരേജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അവരുടെ ടെയിലിലെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. പിന്നെ അവരെന്താണ് ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ഒരു കഥ അവരായിട്ടൊരു കഥ ഉണ്ടാക്കി പറയുകയോ എന്നല്ല ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നോ അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം 12ാമത്തെ വയസ്സിലാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ കല്യാണം കഴിയുന്നത്. ആ ആദ്യത്തെ 3 പേഴ്സൺസ് എന്ന് വെച്ചാൽ അവരെയും കാട്ടി ഒരുപാട് പ്രായമുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിലൊന്നും മാരേജ് സാറ്റിസ്ഫൈ അല്ലായിരുന്നു, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് സാറ്റിസ്ഫൈ അല്ലായിരുന്നു. അതുകൊണ്ടാണ് 5 വട്ടം മാരി ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു റിലീജിയനും പറയുന്നില്ല ഇന്ന കല്യാണം മാത്രമേ കഴിക്കാവൂ, ഇത്ര മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നില്ല. ഞാനൊരു വിമൺ ആയതുകൊണ്ടാണ് ഇത്രയും കല്യാണം കഴിച്ചപ്പോൾ എന്താണ് ആൾക്കാരെന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നത്. എന്നിട്ട് അവരൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, കിങ് സോളമൻ എന്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 കൂടുതൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. ആസ് എ വുമൻ ഞാൻ ഇത്രയും കല്യാണം കഴിച്ചപ്പോൾ എന്താണ് അത് ഭയങ്കര രീതിയിൽ എനിക്ക് ക്രിറ്റിസിസമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള കമ്പാനിയൻസിന് പോലും ഞാൻ ഇത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോടുള്ള ഒരു ഇൻഡിഫറൻസ് എനിക്ക് കാണാനായിട്ട് പറ്റുമെന്ന് ആര് പറയുന്നുണ്ട്, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയുന്നുണ്ട്. പിന്നെ അതേണക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്താണ് ഹ്യൂമൻസിന്റെ ക്വാളിറ്റീസും വീക്ക്നെസ്സും ഒരേ രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അവരുടെ മാരേജ്, വെർജിനിറ്റി, പ്യൂരിറ്റി, സെൽഫ് കൺട്രോളിനെ പറ്റിയും പറയുന്നുണ്ട്. ഈ 4 സംഭവങ്ങളും അവരൊരു 2 ആംഗിളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ വന്നിട്ട് മൊറാലിറ്റി രീതിയിലും, സെക്കൻഡ് ആംഗിൾ വന്നിട്ട് ഇതെല്ലാം എന്താണ് ഓരോരുത്തരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെന്താ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും അവരെന്താണ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും പ്രീച്ച് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെന്താണ് ഗോഡിനെ വിശ്വസിക്കുന്നുണ്ടെന്നും ആര് പറയുന്നുണ്ട്, നമ്മളെ വൈഫ് ഓഫ് ബാത്ത് പറയുന്നുണ്ട്. ഗോഡിനെ എങ്ങനെയാ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് വെച്ചാൽ, ഞാനൊരിക്കലും ദൈവം പറയുന്ന വാക്കുകളൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം പറയുന്ന ഇന്ന ഡ്യൂട്ടീസ് ചെയ്യണം എന്ന് പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. എന്നിരുന്നാൽ പോലും ഗോഡിനെ എന്താണ് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ഗോഡ് പറയുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തുമില്ല എന്നുള്ള രീതിയാണ് ആരുടെ നിലപാടെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ. പിന്നെ ഇവരെ മാരേജിനെ പറ്റി പറയുന്ന ഒരു സംഭവം എന്താണ്, ഫ്രൂട്ട് ഓഫ് മാരേജ് എന്നാണ് പറയുന്നത്. അതിലൂടെ ആ ഒരു ഇന്റിമസി ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ അതാണ് അവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അവർ എന്താണ് സോഷ്യൽ കോഡ്സും നോംസും ഒക്കെ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ഇന്നയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഇന്നതൊക്കെ ചെയ്യണം, അതൊക്കെ എന്താണ് നമ്മൾ സൊസൈറ്റി മെനഞ്ഞെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഹ്യൂമൻസ് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇതുപോലാണ്, മക്കളെ മാത്രം നോക്കാനുള്ളതാണ് ഒരു വിമൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്താണ് ഹ്യൂമൻസ് പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് ഒരിടത്തും എന്താണ് അത് എഴുതി വെച്ചിട്ടില്ല. സോ അപ്പം ഇങ്ങനെ ഹ്യൂമൻ മെയ്ഡ് ആണ് ഇങ്ങനത്തുള്ള കോഡ്സും നോംസും ഒന്നൊക്കെ ആർക്കറിയാം, നമ്മുടെ ഈ വൈഫ് ഓഫ് ബാത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, അതിനെ മൈൻഡ് ചെയ്യാണ്ട് ഭയങ്കര എനർജറ്റിക്കും കോൺഫിഡൻസും ആയിട്ട് ആര് ജീവിക്കുന്നത്, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ജീവിക്കുന്നത്. അവരുടെ ഈ സ്വഭാവം ആർക്ക് ഇഷ്ടമല്ലായിരുന്നോ, അവരുടെ കൂടെ പോയൊരു കമ്പാനിയൻ ആയിട്ടുള്ള ഫാദറിനൊക്കെ ഇഷ്ടമല്ലാത്തത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഈ 5 കല്യാണം കഴിച്ചതിലൂടെ അവർ എന്താ നേടിയെടുത്തത്, ഒരുപാട് വെൽത്ത് അവർക്ക് കിട്ടി. കാരണം ഈ ഓരോ കല്യാണം കഴിക്കുമ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെയും കാട്ടി അവരെ ഏജ് ഗ്യാപ്പ് നോക്കാതെ വിവാഹത്തിന് സമ്മതിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഓരോ കല്യാണം കഴിക്കുമ്പോഴും അവർക്ക് എന്താണ് ഒരുപാട് സ്വത്തുക്കൾ കിട്ടി. ആ ഹസ്ബൻഡിന്റെയൊക്കെ ലാൻഡ് ആര് ട്രിക്കിലൂടെ എഴുതിയെടുക്കായിരുന്നു, നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എഴുതിയെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ അവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു വൈഫ് ഓഫ് ബാത്തിന്റെ ക്യാരക്ടറിൽ മാത്രം നമുക്ക് റിയലിസം പോർട്രേ ചെയ്യുന്നില്ലെന്ന് ആര് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ക്രിട്ടിക്സ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മറ്റേ
വിമണിനെ അന്നത്തെ കാലത്ത് വെറും ഒരു ടെസ്റ്റഡ് മെറ്റീരിയൽ ആയിട്ട് മാത്രമായിരുന്നു കണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതിലൂടെ ആ ഒരു വേർഡിലൂടെ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജെൻഡർ ഡിഫറൻസിന് എഗനൈസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് അവരെ പറയുന്നത്. പിന്നെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ചോസർ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരുപാട് ക്രിറ്റിസിസം ആണ്. കാരണം അന്നത്തെ കാലത്ത് ട്രൂ വൈഫ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നോംസ് അല്ലെങ്കിൽ സൊസൈറ്റി നോംസ്. പക്ഷെ അതിന് എഗനൈസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിരുന്നു ആര് മെനഞ്ഞെടുത്തത്, നമ്മുടെ ചോസർ വൈഫ് ഓഫ് ബാത്തിലൂടെ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ ആസ് എ വുമൺ ഒരു ഐഡന്റിറ്റി വിമണിന് കിട്ടുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കണം, ഒന്നുകിൽ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മാരേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എന്താണ് അച്ഛന്റെ പേരിൽ നിന്നായിരിക്കണം. ഓക്കെ, അല്ലാണ്ട് അവളുടെ ക്വാളിറ്റീസിനോ സ്കിൽസിനോ ഒരു വിലയും ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ ആ ഒരു ഇതിലൂടെ 14th സെഞ്ചുറിയുടെ ലൈഫായിരുന്നു അവിടെ റിജക്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാനായിട്ടും പറ്റും. ഇപ്പൊ ഓക്കെ ആണോ എല്ലാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഹലോ, എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറഞ്ഞ കഥ എന്താണെന്ന് നോക്കിയാലോ? ഇപ്പൊ കേട്ടാ അത് മനസ്സിലിരിക്കോ? ഓക്കെ മാം, പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നല്ലൊരു കഥയാണേ, ജസ്റ്റ് അത് കേട്ടോ. നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു കാന്റർബറി ടേൽസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കഥ പറയുന്നത് നമ്മുടെ നൈറ്റ് ആണ്. നൈറ്റ് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ആ കഥയില് ഈ പുരുഷന്മാർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ത്രീകളെ എന്താണ് ഭയങ്കര വീക്കായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എന്താണ് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയായിരുന്നു നമ്മുടെ നൈറ്റ് പറയുന്നത്. സോ അതിന് എഗനൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ത് ചെയ്യുന്നത്, നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. വൈഫ് ഓഫ് ബാത്തിന്റെ സ്റ്റോറി എന്താന്ന് നോക്കാം കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പറയുന്ന സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഒരു നൈറ്റ് തന്നെയാണ്. ഓക്കെ, ഈ നൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഏത് കൊട്ടാരത്തിലെ ആണെന്ന് ചോദിച്ചാല് ആർത്തർ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ, കിങ് ആർത്തറിന്റെ കൊട്ടാരത്തിലെ ഇതാണ് ഈ നമ്മുടെ ഇവിടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നൈറ്റ് എന്ന് പറഞ്ഞാല്. സോ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോറി തുടങ്ങുമ്പോൾ നമ്മുടെ നൈറ്റ് ആരെ റേപ്പ് ചെയ്യാണ്, ഒരു യങ് ലേഡിയെ റേപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതറിയുന്ന രാജാവ് എന്ത് ചെയ്യും, നമ്മുടെ നൈറ്റിനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കും. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ രാജാവിന്റെ വൈഫ് ഉണ്ടല്ലോ, ക്വീൻ, ഇവര് വന്നിട്ട് നമ്മുടെ കിങ്ങിന്റെ കാല് പിടിച്ച് പറയും അദ്ദേഹത്തിന് ഒരു ചാൻസും കൂടെ കൊടുക്ക് എന്ന് പറയും. നമ്മുടെ ക്വീൻ മാത്രമല്ല അവരെ കൂടുള്ള ഫ്രണ്ട്സും എന്ന് വെച്ചാൽ തോഴിമാരും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടിരിക്കുന്ന മന്ത്രിമാരും ഒക്കെ പറയും ശരിയാണ് ക്വീൻ പറയുന്നത്, അവർക്ക് എന്താണ് ഒരു ചാൻസും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താണ് രാജാവ് പറയും ശരി ഒരു ചാൻസും കൂടെ തരാം. പക്ഷേ നമ്മുടെ ക്വീൻ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്താണ് അഴിച്ചുവിടാം, പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. കാരണം ഒരു പെൺകുട്ടി റേപ്പ് ചെയ്തതല്ലേ, അങ്ങ് ചുമ്മാ അങ്ങ് അഴിച്ചുവിടാൻ പറ്റുമോ ഒരു പണിഷ്മെന്റും കൊടുക്കാതെ? അങ്ങനെ കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് എന്ന് വെച്ചാൽ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ രാജ്ഞി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്തിക്കൊണ്ട് വരണം. എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത്?
ഓക്കെ, അതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഒരു വർഷത്തിനുള്ളിൽ ആര് കണ്ടുപിടിച്ചോണ്ട് വരണം? നമ്മുടെ നൈറ്റ് കണ്ടുപിടിച്ചോണ്ട് വരണം. എങ്ങാനും നമ്മുടെ നൈറ്റ് ഒരു വർഷത്തിനുള്ളിൽ കണ്ടുപിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ അദ്ദേഹം എന്താണ് പഴയതുപോലെ പണിഷ്മെന്റ് ഏറ്റെടുക്കുന്ന വെച്ചാൽ തൂക്കിലേറ്റപ്പെടും. അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം പറയുന്ന ഉത്തരം തെറ്റാണ്, അല്ലെങ്കിൽ ഈ രാജ്ഞി വിചാരിക്കുന്ന ഉത്തരമല്ല അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അങ്ങനാണെങ്കിലും എന്ത് ചെയ്യും? ഇദ്ദേഹം തൂക്കിലേറ്റപ്പെടും. അതായിരുന്നു ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ നൈറ്റ് എന്താണ് കുതിരയായിട്ട് ഇറങ്ങി. ഉത്തരം കണ്ടുപിടിക്കണ്ടേ, ഒരു വർഷമേ ഉള്ള സമയം. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്താണ് പല സ്ത്രീകളും ആയിട്ട് മീറ്റ് ചെയ്തു. എന്നിട്ട് അവരടുത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്താണ് കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ പല ഉത്തരങ്ങളാണ് പറയുന്നത്. ചിലവർ പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ചിലവർ മക്കൾക്ക് വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്, ചിലവർ സ്വത്തിന് വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സോ ഇതിലൂടെ നമ്മുടെ നൈറ്റിനൊരു കാര്യം മനസ്സിലായി, ഈ സ്ത്രീകൾക്ക് എന്താണ് സീക്രട്സ് സൂക്ഷിക്കാൻ അറിയില്ല എന്നൊരു കാര്യം കൂടെ നമ്മുടെ നൈറ്റിന് മനസ്സിലായി. സോ ആ ഒരു കാര്യത്തിലൂടെ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഒരു കഥയും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് വെച്ചാല് പണ്ട് ഓവിഡിന്റെ ഒരു വർക്ക് ഉണ്ട്. ഓവിഡ് എന്ന് പറഞ്ഞ ഒരാളുടെ, അയാളുടെ വർക്കാണ് മെഡിയ. ആ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിയയുടെ ചെവി മെഡിയയുടെ കഴുത്തിന്റെ ആ ഒരു തലയുടെ ആ ഒരു ഭാഗത്ത്, കഴുത്തോ ആ ഒരു ഇത് ഭാഗത്ത്, ആ മുടിയുടെ ഭാഗത്ത് 2 കഴുതയുടെ ചെവി വളരുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ഈ മെഡിയ എന്ത് ചെയ്യും? പതുക്കെ പോയി തന്റെ ഭാര്യയെടുത്ത് മാത്രം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും ഇത് നീ ആരടുത്തും പറയരുതെന്ന് പറയും. പക്ഷെ നമ്മുടെ വൈഫ് എന്ത് ചെയ്യും? ഈ മെഡിയയുടെ വൈഫ് എന്ത് ചെയ്യും? പോയിട്ട് ഒരു നദിയുടെ അടുത്ത് പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിലൂടെ കാണിക്കുന്നതാണ് ഒരിക്കലും ഒരു സ്ത്രീക്കും എന്താണ് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ വൈഫ് ഓഫ് ബാത്തിനോട് കൂടെ വന്ന കമ്പാനിയൻസ് ചോദിച്ചു ആ കഥയുടെ ബാക്കി എന്താണ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഓവിഡിന്റെ ആ ഒരു ടെക്സ്റ്റ് വായിച്ചു നോക്കൂ, ഞാൻ ഇനി ബാക്കി എന്റെ കഥയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നൈറ്റിന്റെ കഥയിലോട്ട് തന്നെ ആര് പോണുണ്ട്? നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് പോണുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ നൈറ്റ് എങ്ങനെയൊക്കെ മീൻസ് ഒരുപാട് സ്ത്രീകളെ പോയി കണ്ട് മീറ്റ് ചെയ്ത് എന്താണ് രഹസ്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഉത്തരം ആർക്ക് കിട്ടുന്നില്ല? നമ്മുടെ നൈറ്റിന് കിട്ടുന്നില്ല. എല്ലാം ഒരുമാതിരി എന്താണ് ഭയങ്കര നിഗൂഢമായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന് നമ്മുടെ നൈറ്റിന് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ നൈറ്റ് എന്താണ് വീണ്ടും ഇങ്ങനെ സവാരി നടത്തി ആരെ കാണും? ഒരു കുറെ സ്ത്രീകള് ഡാൻസ് കളിക്കുന്നത് കാണും. അപ്പം നമ്മുടെ നൈറ്റ് വിചാരിക്കും ഇവരുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയിട്ട് ഇവരുടെ ഒന്ന് ചോദിച്ചു നോക്കാം, കാരണം ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നത് എന്താണോ അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവരടുത്തേക്ക് പോകും. അവരടുത്തെത്താറാവുന്ന നേരത്ത് എന്താണ് ഈ സ്ത്രീകളെല്ലാം അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നൈറ്റ് കണ്ടത്. അവസാനം അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു ലേഡി, എന്ന് വെച്ചാൽ ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ നമ്മുടെ നൈറ്റ് പ്രതീക്ഷ കൈവിടുന്നില്ല. കുതിരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ലേഡി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിന് ആൻസർ പറയണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതും കാര്യങ്ങളൊക്കെ ആ സ്ത്രീയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, ശരി ഞാൻ നിന്നെ സഹായിക്കാം, പകരം നീ എനിക്ക് എന്ത് തരും? അപ്പം നൈറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ത്രീ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇത് അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഉത്തരം തരാം, ഞാൻ പറയുന്ന ഉത്തരത്തിലൂടെ നീ രക്ഷപ്പെട്ടാല് നീ എന്നെ കല്യാണം കഴിക്കണമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ വയസ്സായ സ്ത്രീ പറയുന്നത്. അപ്പൊ നൈറ്റ് എന്താണ് അതിനു വേണ്ടി സമ്മതിക്കുന്നുണ്ട്, കാരണം എന്തോ ആയാലും ജീവൻ തിരിച്ചു കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അപ്പോഴത്തെ സന്തോഷത്തിൽ ആര് പോണുണ്ട്? നൈറ്റ് ഈ വൃദ്ധയും കൊണ്ട് പോണുണ്ട്. അങ്ങനെ കൊട്ടാരത്തിൽ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ജഡ്ജ്മെന്റിന്റെ സമയമായി, എല്ലാവരും വന്നു കഴിഞ്ഞു. സ്ത്രീയും നൈറ്റും അവിടെ നേരത്തെ തന്നെ പ്രസന്റ് ആയി. രാജകുമാരി വീണ്ടും ഒന്നും കൂടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്? അപ്പം വൃദ്ധ അടുത്ത് വന്നിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ചാല് തന്റെ പുരുഷനിൽ നിന്ന്, അല്ലെങ്കിൽ അതൊരു ലവർ ആയിക്കോട്ടെ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, തന്റെ പുരുഷനിൽ നിന്ന് എല്ലാ രീതിയിലുള്ള റെസ്പോൺസിബിൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരാളായിരിക്കണം ഒരു ഭർത്താവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലവർ എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷൻസും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം
നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരാളായിരിക്കണം. അതാണ് ഒരു പുരുഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രീഡം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നല്ല രീതിയിൽ സെർവ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അവരെയാണ് ആര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ ഓൾഡ് ലേഡി നൈറ്റിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. ഈ നൈറ്റ് അതുപോലെ രാജകുമാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജകുമാരിക്ക് എന്താണ്, ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം നൈറ്റ് പറയുന്ന ആൻസർ ശരിയാണ്. പക്ഷെ അതിലൂടെ വന്ന കുഴപ്പം എന്താണ്? നൈറ്റിന് ആരെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു? ഈ വൃദ്ധയെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നൈറ്റിന് കല്യാണം കഴിച്ചേ പറ്റൂ. അന്നത്തെ ദിവസം അവർ സീക്രട്ട് ആയിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നൈറ്റിന് എന്താണ്, ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു ഫീലാണ്. അവിടെ നിന്ന് എണീച്ചു പോകാനും വയ്യ, ഒന്നും പറ്റാത്തൊരു രീതി. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ വൃദ്ധ പറയുന്നത്, നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നെന്ന് വെച്ചാല്, നീ എന്നെ എപ്പോഴും അഗ്ലി ആയിട്ട് കണ്ടോ, എന്നെ നീ സ്നേഹിക്കണ്ട, ജസ്റ്റ് എന്താണ് എല്ലാ കാര്യം തുറന്നു പറയുന്ന ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രം നീ കണ്ടാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ, നീ എന്നെ ഭയങ്കര സുന്ദരിയായിട്ടും നിന്റെ സ്വന്തം ഭാര്യയായിട്ടും നിനക്ക് എന്നെ എന്താണ് കാണാം. പകരം നീ എന്താണ് എന്നോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യേണ്ട. ഇതിൽ എന്ത് വേണമെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. അവിടെ വെച്ച് നൈറ്റ് എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ, ഇവളെ എന്താണ് ഞാൻ സുന്ദരിയായിട്ട് കാണാം. എൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര യൗവനമുള്ള ഒരു നല്ലൊരു സ്ത്രീയായിട്ട് ഞാൻ ഇനി മുതൽ ഇവളെ കാണാം എന്ന് തീരുമാനിക്കുന്നതിലൂടെ നമ്മുടെ വൃദ്ധയ്ക്ക് എന്താണ്, അവരുടെ യൗവനം തിരിച്ചു കിട്ടി എന്നാണ് അതിലൂടെ എന്താണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, നല്ല കഥയായിരുന്നോ? ഹലോ, എല്ലാരും കഥ കേട്ട് എന്ത് പറ്റി? ബോറായിരുന്നോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, എല്ലാവർക്കും ഇന്ന് ക്ലാസ് പഠിപ്പിച്ചതും ഈ സ്റ്റോറിയും ഒക്കെ ഓക്കെ അല്ലേ? ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? പറ്റാത്തവര് റിയാക്ഷൻ ചെയ്തോ സംഭവങ്ങളോ എന്തെങ്കിലും ഇടുക കേട്ടോ.